ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെയിൽ കൊള്ളണം. അങ്ങനെ വെയിൽ കൊള്ളാനായിട്ട് ഞാൻ ഇറങ്ങിയപ്പോഴേക്കാണ് കുറച്ച് കൊച്ചു പിള്ളേർ, കൊച്ചു മിടുമിടുക്കന്മാരുടെ ഫുട്ബോൾ കളി കാണുന്നത്. അങ്ങനെ അതും കണ്ട് ഞാൻ കുറച്ച് നേരം നിന്നു. ഇന്ന് ഞായറാഴ്ചയാണല്ലോ, കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്നൊന്നും പുറത്ത് പോകാൻ പോവാണ്. സൺഡേ ഔട്ടാണ്. ഓക്കെ, ലെറ്റ്സ് കം ഓൺ. നമുക്ക് കാണാം ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ബ്രോഡ്വേയിലെത്തി. അച്ഛനും അമ്മയും എന്താ തൊപ്പിയൊക്കെ വെച്ച് കാഴ്ചയൊക്കെ കണ്ടുവരുന്നുണ്ട്. കട്ട വെയിലാണ്. ഞങ്ങൾ ലക്ഷ്യമിട്ട് വരുന്നത് ഈ ലൈറ്റൊക്കെ കിട്ടുന്ന ഒരു കടയിലായിട്ടാണ്. സൺഡേ ആയതുകൊണ്ട് അധികം കടകളൊന്നും തുറന്നിട്ടില്ല. പക്ഷെ കൂട്ടത്തിൽ കാണാൻ കൊള്ളാവുന്ന കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു കടയിലോട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി. കണ്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല രസമായിരുന്നു. നല്ല ഈ ഹാങ് ചെയ്ത് ഹാളിലൊക്കെ ഇടുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലൈറ്റിങ് തന്നെ. കടയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ആവണം. പിന്നൊരു കാര്യം അറിയാം, ഈ തൂങ്ങിക്കിടക്കുന്ന ഡയമണ്ട് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇത് കാണാൻ ഭയങ്കര ഭംഗി തന്നെ. ഈ എറണാകുളം ബ്രോഡ്വേ എന്നാണ് ഈ കാണുന്ന ഐറ്റംസൊക്കെ നമ്മുടെ ആലപ്പുഴ അങ്ങനെയുള്ള എല്ലാ നാട്ടിലോട്ടും വരുന്നത്. അതും ഭയങ്കര പ്രൈസ് ഡിഫറൻസ് കാണും ഇവിടുത്തെ വെച്ചിട്ട്. അമ്മയ്ക്ക് ഈ ഭയങ്കര ഇങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. അമ്മ അതിലൊക്കെ കയറി പിടിക്കുന്നുണ്ട്. അച്ഛനാണെങ്കിലും അച്ഛനും ഇലക്ട്രിക് ഐറ്റംസ്, ലൈറ്റ്, ബൾബ് അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനൊക്കെ ചാടിക്കയറി പിടിക്കുകയാണ് എല്ലാത്തിലോട്ടും. എല്ലാം കണ്ടു നിൽക്കാനും. പിന്നെ പ്രൈസ് ഭയങ്കര കുറവാണ്, 450 രൂപയൊക്കെ ഉള്ളൂ ഇതിന്. പക്ഷേ ഇതിന് നമ്മുടെ അവിടെ വരുമ്പോഴേക്കും ഒരു 200 രൂപയൊക്കെ കൂടിയിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. 820 രൂപയാണ്. ചിലപ്പോൾ അവിടെ വരുമ്പോൾ 1200 രൂപയ്ക്കാവും. പിന്നെ ഇത് പ്രൈസ് കണ്ടിട്ട് വെക്കേണ്ട, ഇതിലും വില കുറവായിട്ട് ഒരു 200 രൂപ അല്ലെങ്കിൽ ഒരു ഇപ്പം നമ്മൾ പിടിച്ച സാധനത്തിനൊക്കെ 820 ആണെങ്കിൽ അതിനൊരു 400 രൂപയൊക്കെ ആയിരിക്കും നമുക്ക് അവർ തരുന്നത്. ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ബ്രോഡ്വേ, എറണാകുളം ബ്രോഡ്വേ. ഭിത്തിയിലും ഹാളിലും എല്ലായിടത്തും വയ്ക്കുന്ന പലതരം ലൈറ്റ്. പിന്നെ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഈ കുരങ്ങനെയാണെന്ന് തോന്നുന്നത്. ഇതൊരു വെറൈറ്റി ഐറ്റം തന്നെയല്ലേ, കുരങ്ങനെ ഒരു ലൈറ്റും പിടിച്ചെങ്കിൽ. പിന്നെ ഇവർക്ക് മുകളിലും ഒരു ചെറിയ ഒരു ഷോപ്പുണ്ട്, ഗോഡൗൺ പോലെയൊക്കെയാണ്. പക്ഷേ മുകളിൽ ഒരുപാട് പ്രീമിയം സാധനമൊക്കെ താഴത്തും, അതല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ മുകളിലും. ഇവിടെ പ്രീമിയം അല്ല കേട്ടോ, ഇവിടെയും പ്രീമിയം ഉണ്ട്. ഇതൊക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ ഹാളിൽ അല്ലെങ്കിൽ ഒരു ഡൈനിങ് സെക്ഷനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കും. ഇത് ഹാളിൽ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാൻ ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസ് കണ്ടിട്ടുള്ളൂ. ഇതിന് വെൽ റേറ്റ് നോക്കും നിങ്ങൾ, 10,350. ഇത് നിങ്ങൾക്കൊരു 8,000 രൂപയ്ക്കൊക്കെ നമുക്ക് ഇവിടുന്ന് ചുളു വിലയ്ക്ക് ബാർഗൻ ചെയ്ത് നമുക്ക് മേടിക്കാൻ പറ്റും. അത് ഞങ്ങൾ പാക്ക് ചെയ്യാൻ വെച്ചിട്ട് ഞങ്ങൾ നടക്കുന്ന കാർ എടുക്കാൻ വന്നപ്പോഴാണ് നമ്മളൊരു ടോയ്സിൻ്റെ ഒക്കെ ഒരു സെക്ഷനായിട്ട് ഒരു ഷോപ്പിൽ കയറിയത്. ടോയ്സ് മാത്രമേ ഉള്ളൂ, പിള്ളേർക്കൊക്കെ വേണ്ടയില്ല. ഞങ്ങൾ ഈ ടോക്കിംഗ് കാക്ടസിനെ മേടിച്ചത് ഭയങ്കര ഒരു രസമുള്ള ഒരു ഐറ്റം തന്നെ കേട്ടോ. ഹായ്, 10,800 ഇവർ വരുന്നത് ഇതിൻ്റെ വില. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ എത്രയായിരിക്കും? 15,000 കൊടുക്കേണ്ടി വരും. 2,790 മാത്രം. എന്തല്ലേ ഇത്? കടയിൽ നിന്ന് നോട്ട് വെച്ചു, മൈ മാസ്റ്റേഴ്സ്. ഇവിടെ എല്ലാ തരത്തിലുള്ള കളിപ്പാട്ടം A to Z എല്ലാ സാധനങ്ങളും കൊച്ചു പിള്ളേർക്ക് വേണ്ടത് വമ്പിച്ച വിലക്കുറവിലുണ്ടാവും. നിങ്ങൾ ഇവിടെയൊക്കെ വന്ന് മേടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും. റിമോട്ട് കാർസ്, ലംബോർഗിനി, ടിപ്പർ, ഓട്ടോറിക്ഷ. ഈ ലംബോർഗിനി നോക്കൂ, റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് ഓടുന്ന ലംബോർഗിനിയാണ്. നമുക്ക് ലംബോർഗിനിയുടെ റേറ്റ് നമുക്കൊന്ന് നോക്കാം. ഇതിന് ഏകദേശം 1,299. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ വില, നമുക്കൊരു 1,000 രൂപയ്ക്കൊക്കെ കിട്ടും ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ കുറേ എണ്ണം. കൊച്ചി നോക്കിക്കണുണ്ടോ? ഒരു കൊച്ചിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതുങ്ങൾ ഇഷ്ടമായിട്ട് നമുക്ക് മേടിച്ചു കൊടുക്കാം. അമ്മ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് മേടിച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുന്നു. കേരളത്തിൽ എന്താ ചൂടല്ലേ, ഭയങ്കര ചൂടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി ചൂട്, ഭയങ്കര ദാഹമുണ്ട്. അങ്ങനെ തെരുവിൻ്റെ പല ഭാഗങ്ങളിൽ ബാഗ് കച്ചവടം, ജീൻസ് കച്ചവടം, തുണിക്കച്ചവടം, പല രീതിയിലുള്ള സൺഡേ വ്യാപാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല ആദായ വിൽപ്പന. അങ്ങനെ നമ്മുടെ വണ്ടി ഇട്ടേക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്നു വന്നു. അവിടുന്ന് നമുക്ക് നേരെ ആ കടയിൽ പോയിട്ട് നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത ലൈറ്റൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ കടയിൽ തിരിച്ച് വന്നിട്ട്, ഇത് സോളാർ ലൈറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ കൊള്ളാമല്ലേ? എത്ര രാത്രി ആകുമ്പോൾ കത്തും. ഞാൻ രണ്ടാമത് വന്നപ്പോൾ 350.
അങ്ങനെ ഫുഡ് കഴിക്കാൻ വിശപ്പായി. അങ്ങനെ ഞങ്ങൾ ബിച്ചുവിൻ്റെ അടുത്ത് പോയി. ബിച്ചുവിനെ ഒബ്രോ മോളിൽ നിന്ന് അവിടെ നിന്ന് പിക്ക് ചെയ്തു, വണ്ടി കയറ്റി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് സ്പോട്ടുകൾ തപ്പിപ്പോയി. ആദ്യമേ ഞങ്ങൾ എത്തിയത് നമ്മുടെ കുബാബ മന്തി ഷോപ്പിലാണ്. പക്ഷേ അവിടെ ഇല്ലാത്തതുകൊണ്ട്, അവിടെ ഒടുക്കത്തെ തിരക്കായതുകൊണ്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള വാഫീസ് കിച്ചണിൽ കയറി അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ ഇരിക്കണം. നല്ല ആംബിയൻസ് ആണ്, കാണാനൊക്കെ നല്ല രസമുണ്ട്. വലിയ തിരക്കില്ലായിരുന്നു. കുബാബയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് പാർക്കിംഗ് പോലും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വിശന്നിട്ടാണ് ഞങ്ങളിവിടെ കയറിയത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് നമ്മൾ പറഞ്ഞത് ഒരു ഫ്രൈഡ് റൈസ് പറഞ്ഞു, അങ്ങനെ ചിക്കൻ ബിരിയാണി പറഞ്ഞു. ചിക്കൻ ബിരിയാണി ആദ്യമേ വന്നു. അച്ഛൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതിലെ റൈസൊക്കെ കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അമ്മ ഒരു എഗ് ഫ്രൈഡ് റൈസ് മാത്രമാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പറഞ്ഞത് മന്തിയാണ്, അതും നമ്മുടെ അൽഫാം മന്തിയാണ് പറഞ്ഞത്. അപ്പോൾ എടുക്ക് ജസ്റ്റ് പീസിന് അടി ഉണ്ടാക്കുന്നവർക്ക് കുഴപ്പമില്ല. ജസ്റ്റ് പീസിന് ലെഗ് മതിയാ. ഓക്കെ, നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ചെസ്റ്റ് പീസ് തന്നെ ഇട്ടിട്ടുണ്ട്. നല്ല ചൂടാണ് ഗൈസ്. റൈസ് ഒന്ന് കൈയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. റൈസ് ഒന്ന് കഴിച്ച് നോക്കാം ഗൈസ്. നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസാണ്. ഇത് ഭയങ്കര സ്പൈസി ആട്ടോ. അത് കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ നല്ല എരിവ് ഫീൽ ചെയ്യും. നമ്മൾ പറഞ്ഞത് അൽഫാം മന്തിയാണ്. അൽഫാം ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു അൽഫാം തന്നെയാണ്. കൊള്ളാന്ന. ഉപ്പ് കൂടുതലല്ലേ? സത്യമായിട്ട് പറ, ഉപ്പ് കൂടുതലാന്ന് പറ. ഉപ്പ് കൂടുതലാണ്. ഫ്രൈഡ് റൈസ് ഉപ്പ് കൂടുതലാണ്. ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി ഇറച്ചിക്ക് ഉപ്പ് കൂടുതലാണ്. എങ്ങനെയുണ്ട്? എന്ത് അഭിപ്രായം പറ. അഭിപ്രായം എല്ലാവരും പറയണമല്ലോ. അറേബ്യൻ പാലസ് ആണോ ഇഷ്ടം? ഇവന് അറേബ്യൻ പാലസ് ഇഷ്ടമായിരുന്നു. ഞാൻ ഇതുവരെ അറേബ്യൻ പാലസിൽ പോയിട്ടില്ല. നിനക്ക് കുഴപ്പമില്ല? അറേബ്യൻ പാലസാണ്. ഇവർ രണ്ടുപേരും പറയുന്ന അറേബ്യൻ പാലസിലെ മന്തിയാണ് ഏറ്റവും അടിപൊളിയെന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഇത്തവണ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ അവിടെ നിന്ന് പോയി നമുക്ക് കഴിക്കാം. കുറേ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ കൊക്കക്കോള മസ്റ്റാണ് ഗൈസ്. ആക്ച്വലി മന്തി ആദ്യത്തെ ആ ഒരു ചൂടിൽ കഴിക്കാൻ മാത്രമേ രസം ഉണ്ടാകുന്നുള്ളൂ. ഇത് ഐ തിങ്ക് മറ്റേ കുക്കർ മന്തിയാണെന്ന് തോന്നുന്നു. ഇപ്പം കഴിച്ചിട്ട് വലിയ ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ല. അൽഫാം എന്തായാലും കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. ഫ്രൈഡ് റൈസിൽ ചെറിയതായിട്ട് മണ്ണ് കടിച്ചു. ബിരിയാണിയിൽ ഇച്ചിരി ഉപ്പുണ്ടായിരുന്നു. വേറെ കുഴപ്പമില്ല. വേറെ പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ നല്ലതാണ് ഇവിടെ. വേറെ നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത പ്രാവശ്യം കുബാബയിൽ നിന്ന് കഴിക്കാം. ഇവിടുത്തെ മന്തി എത്ര പോരാ ഗൈസ് അല്ലേ? ഇവിടുത്തെ അത്ര പോരാ. ഹാപ്പി അല്ലേ? ഉമ്മരുടെ മുഖം നോക്കിയാലേ അറിയാം, അമ്മയുടെ മുഖം നോക്കിയാലേ അറിയാം. ഇവിടുത്തെ ഫുഡ് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല. അച്ഛൻ്റെ എൻ്റെ മുഖം നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഫുഡ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നമ്മൾ ആ ബിച്ചുവിനെ നമ്മൾ ഒബ്രോമളിൽ തന്നെ ഡ്രോപ്പ് ചെയ്ത് അവന് കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ബിച്ചു ബൈ ബൈ. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ ഫോറം മാളിൽ, നമ്മൾ മരട്ടിലുള്ള ഫോറം മാളിൽ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ ഫോറം മാളിൻ്റെ ഉള്ളിലോട്ട് എടുക്കുകയാണ്, പാർക്കിങ്ങിലോട്ട് കയറ്റുകയാണ്. എനിക്ക് ഇവിടുത്തെ പാർക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ പാർക്കിങ് ഫ്രീയുമാണ്. നമുക്ക് വണ്ടി എത്ര ഇട്ടാലും കുഴപ്പമില്ല. നമുക്കിവിടെ വണ്ടി പാർക്കിങ് ഫ്രീ ആണ്, കാർ പാർക്കിങ്. അപ്പോൾ വേറൊരു ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിങ് സൺഡേ ഫുള്ളായതുകൊണ്ട് ഇവിടെ ടോക്കിയോ ഡ്രിഫ്റ്റ് പോലെ ഡ്രിഫ്റ്റ് അടിച്ച് നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് കയറ്റണം. അതും നമുക്ക് 4 or 5 നിലയുടെ മുകളിലെത്തിക്കണം വണ്ടി. അങ്ങനെ ഞങ്ങൾ P3 നമ്മൾ വണ്ടി കൊണ്ടുപോയിട്ടത്.
അങ്ങനെ നമ്മൾ വണ്ടി സ്പിൻ ചെയ്ത് മുകളിൽ എത്തിച്ചു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ P3 കൊണ്ട് പാർക്ക് ചെയ്തിരിക്കണം. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ബാക്ക് സൈഡിൽ ഇവരുടെ തന്നെ എക്സ്റ്റൻഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വ്യൂവും കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കാണാൻ നല്ല രസമുണ്ട്, കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അമ്മ ഇങ്ങനെ നോക്കി നിൽക്കാണ്ട് ദൈവമേ ഇവിടുന്ന് എങ്ങോട്ട് പോകുമെന്നുള്ള ഇതിൽ. അപ്പോൾ അതെ, നമ്മുടെ വണ്ടി കാണാൻ നല്ല രസമുണ്ടല്ലേ ഗൈസ്. കത്തി വെക്കുന്ന സാധനത്തിന് കത്തി വെക്കണമല്ല. ഫോറം വാളിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്തൂടെ ലൈഫ് സ്റ്റൈലിൽ കൂടെ ഇങ്ങനെ എക്സലേറ്റർ വരും. ഇങ്ങനെ പതുക്കെ വരുമ്പോഴേക്കും ഈ മിററാണ്. ഈ മിറർ സെൽഫി മിസ്സാക്കാത്ത ആരും ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ എനിക്കും ഇതുവഴി വരുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്ത് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ, ഗോൾഡൻ കളറും ഒരു നല്ലൊരു കളർഫുൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ മാക്ഡൊണാൾഡ്സിൽ പോയി അവിടുന്ന് ഐസ്ക്രീം വെച്ചപ്പോൾ മേടിച്ചു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഐസ്ക്രീം. അമ്മ പറയാൻ ഭയങ്കര പുറത്താണെന്ന് പറയണത്. അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതൊരു നല്ലൊരു ഈ പ്രൈസിന് ഇത് വർത്താണ്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ മേടിച്ച് അവിടെ നിന്ന് കഴിക്കുവാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിച്ചു. ഇനി അത് കഴിഞ്ഞ് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ താഴെ പോകണം. അങ്ങനെ നമ്മൾ താഴെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്നേക്കാണ് ഗൈസ്. അമേരിക്ക, ഇറ്റലിയിൽ നിന്ന് വന്ന ആപ്പിൾ, USA നിന്ന് വന്ന ആപ്പിൾ. നമുക്ക് ഇറ്റലിയിൽ ആപ്പിൾ മതി. നമ്മൾ നാട്ടിൽ കിട്ടാത്ത വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ മാത്രമേ ഇവിടെ നിന്ന് എടുക്കുന്നുള്ളൂ. ഈ അവോക്കാഡോയൊക്കെ കൊണ്ടുപോകും, നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്നൊക്കെ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. എല്ലാം നല്ല ട്രൈ ചെയ്ത്. നമ്മൾ ഫിഷ് മാർക്കറ്റ് വന്നപ്പോൾ ഇത് മീനിൻ്റെ അണ്ണാക്കിൽ ഇത് കുത്തി വെച്ചേക്കുന്നു. അങ്ങനെ ഏറെ നേരത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഗൈസ്. അങ്ങനെ അച്ഛനും അമ്മേനെ നിർത്തിയിട്ട് ഞങ്ങൾ വണ്ടി എടുക്കാൻ പോവാണ് മേളിലോട്ട്. സോ ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മൾ വണ്ടി നിർത്തിയ സ്പോട്ടേജിലെത്തിയിരിക്കുകയാണ് ഗൈസ്. കുഞ്ഞാവ ഇവിടെയുണ്ട്, ഞാനുണ്ട്. അപ്പം നമുക്ക് വണ്ടി തപ്പിപ്പിടിക്കാൻ പോവുകയാണ് നമ്മൾ. അതായത് മറ്റേ ലുലുവിൻ്റെ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വണ്ടി ഇവിടെ തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ സ്വന്തം. ഇപ്പം നമ്മളിതാ വണ്ടി നമുക്ക് പാർക്ക് ചെയ്തെടുത്ത് വണ്ടി ഒന്ന് പിക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലുലുവിലെ പോലെ നമ്മൾ വന്ന് തപ്പിത്തടേണ്ട കാര്യമൊന്നുമില്ല. വണ്ടി നമുക്ക് എവിടെയാണെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. എന്തായാലും ഇവിടെ നിന്നുള്ള നൈറ്റ് വ്യൂ വേറെ ലെവലാണ് കേട്ടോ. ഇവിടെ നിന്ന് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ലേമെർഡിയും കൊച്ചിനൊക്കെ കാണാം. അപ്പോൾ ബാക്കി കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നു. എന്തായാലും ഇവിടെ നിന്നുള്ളൊരു നൈറ്റ് വ്യൂവും നൈസാണ്. നല്ലൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ ഈ ഒരു തണുത്ത കാറ്റ് വൈകുന്നേരത്തെ കിട്ടുമ്പോൾ ഒരു വേറെ ഫീല് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞങ്ങൾ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അൽവിൻ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്.